അമ്മയുടെ അവസാനത്തെ ആഗ്രഹമാണ്. അവസാനത്തെ ആഗ്രഹം നിറവേറ്റി തരില്ലടാ. ഞാൻ നിറവേറ്റിക്കോളാം. അവനെ ഉപേക്ഷിച്ച് നിഹാരികയെ കല്യാണം കഴിച്ചോളാം അമ്മ. അമ്മേ, നിറവേറ്റി തടാ. അമ്മേ, അമ്മേ, അമ്മേ. അമ്മ ഒരുപാട് വർഷം ആരോഗ്യത്തോടെ ജീവിക്കണം. അമ്മയ്ക്ക് അബദ്ധത്തിലെങ്ങാനും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞ ഞാൻ കണ്ട ദുസ്വപ്നം സത്യമായി മാറും. എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഉടനെ തന്നെ നിഹാരിക്ക് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം. ഹായ് വികാസ്. ഹായ്. എന്താ വിശേഷം? ഇതെന്നോട് വേറെ ആര് ചോദിച്ചാലും കുഴപ്പമില്ല. നീ ഇതെന്നോട് ചോദിക്കരുത്. കടാര കൊണ്ട് ചങ്കിൽ കുത്തുന്ന പോലെയാ അത്. എന്തിനിപ്പോ അങ്ങനൊക്കെ പറയുന്നത്? പിന്നെ ഞാൻ എന്താ പറയണ്ടേ? ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വന്നവനാ ഞാൻ. എൻ്റെ ചുറ്റിലുള്ളവര് എൻ്റെ നിഴല് കണ്ട പേടിക്കുമായിരുന്നു. എന്നിട്ട് എനിക്കിപ്പോ കറിയിലെ കറിവേപ്പിലയുടെ അവസ്ഥയാ. എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ഓരോരുത്തർക്കും അവരവരുടേതായ വിലയുണ്ട്. ഒരു ഡൗട്ടുണ്ട്. എന്താ? എന്നോട് സംസാരിക്കാനെന്നല്ല, എന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ലാത്ത നീ എന്നോട് ഫോൺ ചെയ്ത് വരാൻ പറഞ്ഞ എന്തിനാ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് ഫോണിൽ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഫോണിൽ കൂടെയല്ല, പേഴ്സണലായിട്ട് കണ്ട് പറയാനുള്ളതാ. അതുകൊണ്ടാ വരാൻ പറഞ്ഞേ. ശരി, കാര്യം എന്താണെന്ന് പറ. ദാ നോക്കൂ മിസ്റ്റർ വികാസ്, നിങ്ങളുടെ സ്വഭാവം എന്താണെന്നും നിങ്ങളുടെ ബാഡ് ഹാബിറ്റ്സ് എന്തൊക്കെയാണെന്നും എല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്കിപ്പോ കല്യാണം നടക്കണം. എത്ര കാലം നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് നടക്കും? അങ്ങനെ ഒറ്റക്കാവാതിരിക്കാൻ വേണ്ടിയിട്ടാ എന്റെ ചേച്ചിയുടെ മോള് നിഹാരികയെ കെട്ടാമെന്ന് വെച്ചത്. അവളാണെ ശ്രീകരനെ പ്രേമിച്ചു. ആദ്യ നോട്ടത്തിൽ തന്നെ ഞാൻ നിന്നെ സ്നേഹിച്ചു പോയി. നീ പക്ഷെ ശ്രീകരനെ ഓൾറെഡി കല്യാണം കഴിച്ചു. എനിക്കിഷ്ടപ്പെട്ട 2 പെൺകുട്ടികളെ എനിക്ക് നഷ്ടപ്പെട്ട ശേഷം ഇനി എങ്ങനെ കല്യാണം നടക്കാനാ? അല്ല, അങ്ങനെ പറയരുത്. നിങ്ങൾക്കും ഒരു ജീവിതം ഉണ്ടാവണം. നിങ്ങൾക്ക് എന്താ ഒരു കുറവ്? സൗന്ദര്യമുണ്ട്, സമ്പത്തുണ്ട്, ദുബായിൽ ഒരുപാട് സമ്പാദ്യമുണ്ട്. എന്ത് പ്രശ്നം വന്നാലും നിമിഷ നേരം കൊണ്ട് പരിഹരിക്കാനുള്ള കഴിവുമുണ്ട്. എനിക്കിത്ര ടാലന്റ് ഉണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ശ്രീകരനെ നിഹാരികക്ക് വിട്ടുകൊടുത്ത് നിനക്ക് എന്റെ കൂടെ വന്നൂടെ അവണി? ദുബായിലെ എന്റെ പ്രോപ്പർട്ടീസിലെല്ലാം നിന്നെ ഞാൻ മഹാറാണിയാക്കി മാറ്റും. അത് നടക്കില്ല. ഇനിയും അത്തരം ആഗ്രഹങ്ങളൊന്നും വേണ്ട. ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾക്ക് ചേരുന്നൊരു പെൺകുട്ടിയെ കിട്ടണം. ആ പെൺകുട്ടിയുമായി നിങ്ങളുടെ ജീവിതം സെറ്റിൽ ആവണമെന്ന് മാത്രമാണ് എന്റെ ആഗ്രഹം. അങ്ങനെ ഇരുത്തി എവിടെയുണ്ടെന്ന് തനിക്കറിയോ? ഉണ്ട്. ആരാ? ആരാ, എന്താ തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിന്നീട് പറയാം. ആദ്യം എനിക്ക് പറയാനുള്ളത് കേൾക്ക്. പറയൂ. നിങ്ങൾ എന്താ വേണ്ടെന്ന് വെച്ചാ മനസ്സിലായില്ലേ? ആയി. ബട്ട് ഇത് വർക്കൗട്ട് ആകുമെന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട്. വർക്കൗട്ട് ആയിക്കഴിഞ്ഞാ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അതൊരു പരിഹാരമാവും. ഇപ്പൊ നിങ്ങൾ ഉള്ള അവസ്ഥയേക്കാൾ മോശാവസ്ഥയാവില്ലല്ലോ. അതില്ല. എന്നാ വൈകിപ്പിക്കണ്ട, പെട്ടെന്ന് പറഞ്ഞത് ചെയ്യ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആശയം ഇഷ്ടപ്പെട്ടോ ഇല്ലേ? പ്ലാൻ എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്, അതിലൊരു സംശയവും ഇല്ല. ഉടനെ അത് വർക്കൗട്ട് ചെയ്യണം. എടാ, ഏട്ടനെ വിളിക്കേ.
എടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വെക്ക്. ഏട്ടാ, ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്തു. പെണ്ണുങ്ങളൊക്കെ പുറത്തുണ്ട്. ലേറ്റ് ആക്കാതെ ഇങ്ങോട്ട് കയറി വാ. റെഡി? 1 2 3 ആക്ഷൻ. ഇനി ഹീറോയുടെ എൻട്രിയാ മോനെ. എൻട്രി കലക്കിയിട്ടുണ്ട്. ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു തീന്ന് വീണിരിക്കും. വണ്ടി 1 മണിക്കൂറിന് കൊണ്ടുവന്നതാ. അതിൽ കൂടുതൽ 1 മിനിറ്റ് വൈകിയാൽ റെന്റ് കൂടുതൽ കൊടുക്കേണ്ടി വരും. ഓൾറെഡി 1/2 മണിക്കൂർ കഴിഞ്ഞു. അതൊക്കെ നമുക്ക് ശരിയാക്കാം. ഓക്കെ, നമുക്കിന്ന് പിന്നെ കാണാം. ബൈ ബൈ. ഇയാള് നല്ല സ്റ്റൈലായിട്ടുണ്ടല്ലോ. നമുക്ക് അങ്ങോട്ട് പോവാം. വാ. എങ്ങനെയാണാവോ ഇത് ഓരോരുത്തന്മാരിടുന്നേ? എന്റെ അമ്മോ, എന്തൊരു ചൂടാ ഇതില്. എന്തൊക്കെ പറഞ്ഞാലും എറണാകുളം ബ്രോഡ്വേയിൽ നിന്ന് 200 രൂപയ്ക്ക് വാങ്ങിയിടുന്ന ഷർട്ടിന്റെ ഒരു ഫീല്, വാ, അത് വേറെയാ.
കൂടെ ഒരു ലുങ്കിയും കൂടെ എടുത്ത് മടക്കി കുത്തിയാ വേറെ ലെവൽ. ആ ചേട്ടാ, എന്റെ മാനേജർ നിർത്താതെ ഫോൺ ചെയ്തോണ്ടിരിക്കുക. വണ്ടി വേഗം കൊണ്ടുവരാൻ പറഞ്ഞ് വഴക്ക് പറയാ. ഡാ ചോള എണ്ണി തരുന്നില്ലേ? ഓസിനല്ലല്ലോ. 1 മണിക്കൂർ കഴിഞ്ഞില്ലേ? ഡാ ഒന്ന് പോയടാ. എടാ മോനെ, ഒരു ചിക്കെങ്കിലും എന്നെ നോക്കിയോടാ. ഈ ഗെറ്റപ്പിന് വേണ്ടി ഇത്രയും കാശ് മുടക്കിയെങ്കിലും ഒരു പെണ്ണ് പോലും നോക്കില്ല ചേട്ടാ. എല്ലാ റെന്റിനെടുത്ത് ഇത്രയും ബിൽഡപ്പ് കൊടുത്തിട്ട് ഒരുത്തിയേലും നോക്കിയിരുന്നെ എത്ര നന്നായേനെ. വീട് മൊത്തത്തിൽ ശാന്തമാണല്ലോ ഗൗതമി. അവൻ വീട്ടിലില്ലെങ്കിൽ പിന്നെ വീട് മൊത്തത്തിൽ ശാന്തമാകുമല്ലോ. ഞാൻ എത്തിയല്ലോ. ചേച്ചി, അളിയ, നിങ്ങളൊന്ന് വേഗം എന്റെ കൂടെ വന്നേ. അല്ലേ ഇതെങ്ങോട്ടാ? മുകളിലേക്കാ? ഒരു ശുഭകാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോ എന്തിനാ അളിയ ഈ ശകുനക്കേട് പറയുന്നേ? ശുഭകാര്യോ? അതിനെന്തിനാ ഇത്രക്ക് ഷോക്കാവുന്നേ? നിന്റെ നാവ് കൊണ്ട് ശുഭം എന്ന് പറയുമ്പോഴും അശുഭം എന്നാ ഞങ്ങള് കേൾക്കുന്ന മോനെ. ചേച്ചി, പഞ്ച് ഡയലോഗ് പറഞ്ഞിരിക്കാൻ സമയമില്ല. ഒന്ന് വേഗം വരാൻ നോക്ക്. ആദ്യം കാര്യം എന്താണെന്ന് പറയലയാ. ഞാനൊരു കല്യാണ ചെറുക്കനാകാൻ പോവാ. എന്താണെന്ന്? കല്യാണ ആലോചന കൊടുങ്കാറ്റ് പോലെ തേടി വന്നതാ. ഹ, എനിക്കും കല്യാണം കഴിക്കാൻ ഒരു അവസരം കിട്ടാൻ പോവാ. ഡാ എന്തൊക്കെയാ നീ പറയുന്നേ? പുറത്തു വെച്ച് വേറെ ഏതെങ്കിലും കുട്ടിയെ കണ്ടിട്ട് വന്നതാണോ? എന്റെ മനസ്സിലൊരു പെൺകുട്ടിയുണ്ട്. ആരാ? നിങ്ങൾക്കിനി എന്തെങ്കിലും അറിയണമെങ്കിൽ നമുക്ക് വേദവതിയുടെ വീട്ടിലെത്തണം. അങ്ങോട്ടേക്കോ? നിങ്ങൾ എനിക്ക് വേണ്ടി കല്യാണം ആലോചിക്കണം. ഒരു വശത്ത് ആവനിയായിട്ടും മറുവശത്ത് നിഹാരികയായിട്ടും കല്യാണം നടക്കാൻ പോകുന്നില്ല. പിന്നെ ആ വീട്ടിൽ നിന്ന് നീ ഇനി ആരെ കിട്ടാനാ? ഹ, എന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട സംസാരം അവിടെ വെച്ച് തന്നെ നടക്കും. ഇനി ഒരു അക്ഷരം മിണ്ടാതെ എന്റെ കൂടെ വാ. വേഗം ഒന്നും വിടലിയാ. വേഗം. ഈ കോളത്തിൽ എങ്ങനെ പോകുന്നേ? ഒരു ഷർട്ടെങ്കിലും ഇടണ്ടേ? ശരി, ഞാൻ കാറിനടുത്ത് വെയിറ്റ് ചെയ്തോളാം. പെട്ടെന്ന് റെഡി ആയിട്ട് വാ. അല്ലെങ്കിൽ വികാസ് ഈയിടെ കുറച്ച് ഡള്ളായിട്ടുണ്ട്. നേരത്തെ അമ്പലത്തിൽ വെച്ച് എനിക്ക് ജ്ഞാനോദയം വന്നപ്പോ ഒറ്റ അടിക്ക് എന്റെ എനർജി അങ്ങ് കൂടി. എടാ, നിനക്ക് എനർജി അല്ല, പ്രാന്താ കൂടിയത്. ഹേയ്, നോ കമൻസ് ചേച്ചി. വേഗം ഒരുങ്ങി ഇറങ്ങാൻ നോക്ക്. ഇവന്റെ ഡാ. കാര്യം. ആ വേദവതി അമ്മയുടെ വീട്ടില് ഇവൻ ഇത് ആരെ കണ്ടിട്ടാ? നമ്മളെ അവൻ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് എന്താണ് ആവോ ചെയ്യാൻ പോകുന്നത്? ഇറങ്ങുന്നുണ്ടോ? ഇറങ്ങുവാടാ, ചെല്ലേട്ടാ. അയ്യോ, ഛേ, കുറച്ച് ദിവസത്തേക്ക് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോവാനാ തോന്നുന്നേ. ദിവസം ചെല്ലും തോറും വീട്ടില് സമാധാനം ഇല്ലാതാവുന്നു. നിങ്ങൾ എങ്ങോട്ട് പോയാലും നിങ്ങളുടെ പുറകെ വാല് പോലെ ചേട്ടനും ഉണ്ടാവും ചേച്ചി. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും? ചേട്ടൻ എന്താ ഈ ആലോചിച്ചോണ്ടിരിക്കുന്നേ? പട്ടികള് ശൂന്യതയിലേക്ക് നോക്കി കുരയ്ക്കുന്നുണ്ടെങ്കിൽ എന്തോ ദുശകുനം നടക്കാൻ പോകുന്നുണ്ടെന്ന അർത്ഥം. ചേട്ടൻ ശൂന്യതയിലേക്ക് നോക്കി എന്തെങ്കിലും കണക്ക് കൂട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോ പണി വരാൻ പോകുന്നുണ്ടെന്നാ അതിന്റെ അർത്ഥം. ആ പറഞ്ഞത് സത്യമാ ചേച്ചി. നമ്മളെക്കാട്ടിലും കൂടുതൽ അഫക്ട് ചെയ്യുന്നത് നിഹാരികയ്ക്കായിരിക്കും. ചേച്ചി, ചേച്ചി, എന്തു പറ്റി നിഹാരികേ? കുറെ നേരായിട്ട് എന്റെ വലങ്കണ്ണ് തുടിച്ചുകൊണ്ടിരിക്കുക. എന്തിന്റെങ്കിലും സൂചന ആയിരിക്കും ഇത്? സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞില്ലേ? ഇനി ഇപ്പൊ ഇവിടെ എന്ത് സംഭവിക്കാനാ? നിങ്ങളൊക്കെ ഒന്നും മിണ്ടാതിരിക്കൂ. അച്ഛനെ കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നേയില്ല. അച്ഛാ, അച്ഛാ, അച്ഛാ. എന്താ കാവ്യ? കാര്യമായിട്ട് എന്തോ ആലോചനയിലാണല്ലോ. എന്തിനെ കുറിച്ചാ അച്ഛാ? നിന്നെ കുറിച്ചാ. 6-ാം തീയതി തന്നെ ശ്രീകരന്റെയും നിഹാരികയുടെയും ആവനുടെയും വികാസിന്റെയും കല്യാണം വിചാരിച്ചതുപോലെ അങ്ങ് നടന്നു കിട്ടിയിരുന്നെങ്കിൽ അതിനുശേഷം എന്റെ മകൾ കാവ്യയുടെ കല്യാണം എങ്ങനെയാണെന്ന് അമ്മയോടൊന്ന് ചോദിക്കായിരുന്നു. ഏതെങ്കിലും ഒരു വിധത്തില് നല്ലൊരു ആലോചന കണ്ടെത്തി കല്യാണം നടത്താന്ന് കരുതിയതാ. പാപം നിഹാരികയ്ക്ക് ഒരു ഗതിയില്ലാതായി പോയി. ഇതൊക്കെ കണ്ടിട്ട് നിനക്ക് ഈ ജന്മത്തിൽ കല്യാണം നടക്കുമെന്ന് തോന്നുന്നില്ല. എന്റെ മകളെ കല്യാണം കഴിക്കാൻ ഇനി ആരും വരില്ലേ എന്നുള്ളതാ എന്റെ പേടി.
ഒരു 4 ദിവസം വൈകുമായിരിക്കും, പക്ഷേ എന്റെ മകളെ കല്യാണം കഴിക്കാൻ തങ്കം പോലുള്ള ആൾക്കാർ വരും. എന്റെ മോൾക്കേ അടിപൊളിയായിട്ടുള്ള ചെറുക്കനെ കിട്ടും. എനിക്കൊരു പ്രതീക്ഷയില്ല. ശരിക്കും നിങ്ങൾ ഒരു അച്ഛനാണോ? എപ്പോ നോക്കിയാലും മകളുടെ ജീവിതത്തെ കുറിച്ച് ശകുനക്കേട് മാത്രം പറയുന്ന എന്തിനാ? ഇല്ലാത്ത കാര്യമല്ലോ ഞാൻ പറഞ്ഞു, ഉള്ള കാര്യമല്ലേ പറഞ്ഞത്. വായടച്ചു വെച്ചോ. ഭർത്താവിന്റെ അടുത്ത് വായടച്ച് നിൽക്കാൻ പറയുന്നു. അത്രയ്ക്ക് ധൈര്യമായിട്ട് നിനക്ക്? മിണ്ടാതിരിക്കുന്നുണ്ടോ? നിന്റെ നാത്തൂനോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറയണം. അച്ഛാ കൂൾ. അത് നീ നിന്റെ അമ്മയോട് പറ. നിങ്ങൾ ഇനി മേലെ മോളെ പറ്റി വായി തോന്നുന്നു വിളിച്ചു പറഞ്ഞാലേ അപ്പ കാണിച്ചു തരാം. എന്ത് കാണിച്ചു തരും നടി? എന്താണെന്നോ? നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? നമ്മൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയ കാണുന്ന ശത്രുക്കൾക്ക് പിന്നെ അത് മതിയാകും. ദയവ് ചെയ്തൊന്ന് മനസ്സിലാക്ക്. എനിക്ക് വേണ്ടി ആരെങ്കിലും ഒരാൾ വന്നോളൂന്നേ. എന്റെ പേരിൽ നിങ്ങൾ ആരും വഴക്കിടണ്ട. മേലാൽ ഇനി മര്യാദ ഇല്ലാതെ സംസാരിച്ചു കഴിഞ്ഞാൽ ഡിവോഴ്സ് ചെയ്ത് കളയും ഞാൻ. കാണോ നിനക്ക്? അത്രയ്ക്ക് ധൈര്യം ഉണ്ടോ നിങ്ങക്ക്? ഉണ്ടോ ഇല്ലോ നീ കണ്ടോ? എന്നാ നിങ്ങൾ കാണിക്കേ. കണ്ടോ? ആ എന്താ ഇത്? വലിയ വഴക്കാണെന്ന് തോന്നുന്നു. അതിന് നിനക്കെന്താ? നീ എന്തിനാ എന്തി കയറി തലയിടുന്നേ? ഞങ്ങൾ അയൽവക്കത്തുള്ളതല്ലേ ചേച്ചി, അതുകൊണ്ട് വന്നതാ. നീ അയൽവക്കത്തുള്ളത് പോലെയല്ല, അടുപ്പിലെ കനല. അതൊക്കെ സ്നേഹം കൊണ്ടല്ലേ. ഞങ്ങളുടെ സ്നേഹം എന്തെങ്കിലും ഒരിക്കല് നിനക്ക് വലിയ ദോഷമായി മാറുന്നത് കണ്ടു. അല്പൻ ഐശ്വര്യം കിട്ടിയ അർദ്ധരാത്രിക്കും കൊട പിടിക്കുന്നല്ലേ? അതാ നീ ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്നെ. അതിന് കൊട പിടിക്കാൻ കുറെ ആൾക്കാര് നിങ്ങളെ ഗ്യാങ്ങിൽ തന്നെ ഉണ്ടല്ലോ. ഈ പഴഞ്ചൊല്ലൊക്കെ പോയിട്ട് അവരോട് പറയ്. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിന്നാ മതി. അയൽപക്കക്കാരെ പോലെ അല്ല, ബെഡ്റൂമിൽ വന്ന് ഇരിക്കുന്നത് പോലെ ഇവരുടെ പെരുമാറ്റം. മര്യാദക്ക് ഇവിടുന്ന് പോവാൻ നോക്ക്. വന്ന കാര്യം പറഞ്ഞിട്ട് ഞങ്ങളങ്ങ് പൊയ്ക്കോളാന്നേ. നേരത്തെ കാവ്യയുടെ കല്യാണത്തെ കുറിച്ച് നിങ്ങൾ സംസാരിച്ചില്ലേ? ഞാനൊരു കാര്യം പറയാം, അത് നിങ്ങൾ കേക്ക്. കല്യാണ തീയതി ദൈവം കുറിച്ചാൽ അത് മുടങ്ങില്ലെന്നാ പറയാറ്. കാവ്യയുടെ കല്യാണ സമയം അടുത്തിട്ടുണ്ടെങ്കിൽ നിഹാരികയേക്കാൾ മുമ്പ് ചിലപ്പോ കല്യാണം നടക്കുമായിരിക്കും. കാവ്യയുടെ കല്യാണം കഴിഞ്ഞിട്ട് അവള് ഭർത്താവിന്റെ വീട്ടിലേക്കങ്ങ് പോവും. നിഹാരിക കല്യാണം നടക്കാതെ ഇവിടെ ബാക്കിയാവും. അയലത്തെ കുട്ടിയാണെങ്കിലും പറഞ്ഞത് നല്ല കാര്യമാ. പൃഥ്വിരാജ് കേട്ടോ. നിങ്ങൾ എന്തിനാ ദേഷ്യപ്പെടുന്നേ? എന്റെ ഭാര്യ പറഞ്ഞത് സത്യമല്ലേ? ഏത് സെക്കൻഡിൽ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. മണവാളനെയും മണവാട്ടിയെയും പോലെ നാണിച്ചവിടെ ഇരിക്കുന്നത് എന്താ? ആ ഇറങ്ങാൻ ഇറങ്ങേട്ടാ. കല്യാണം പറഞ്ഞ് നീ വീട്ടിൽ കിടന്ന് വലിയ ബഹളം ഉണ്ടാക്കിയിട്ട് ഈ വീട്ടുമുറ്റത്ത് എത്തിച്ചു. ശരിക്കും നിന്റെ പ്ലാൻ എന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലടാ. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ് ഈ വീട്ടിലാ ഉള്ളത്. ഞാൻ കാണിച്ചു തരാം. ചില സമയത്തുള്ള നിന്റെ ഭ്രാന്ത് കാണുമ്പോഴേ ഞങ്ങൾക്ക് കൂടി ഭ്രാന്ത് പിടിക്കുക. ആദ്യം നിങ്ങൾ അകത്തേക്ക് നടക്കളിയാ. വേദവതി അമ്മേ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിങ്ങളുടെ ഇഷ്ടം നിഹാരിക. വേദവതി അമ്മേ, പ്രസാദ് രാവ് സാറേ, ഓൾ ഫാമിലി മെമ്പേഴ്സ് പ്ലീസ് കം. നിന്റെ വിക്കി ഈ സമയത്ത് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സീരിയസ് കാര്യത്തിനായിരിക്കും. എന്തുപറ്റി? എന്തിനാ വന്നത്? ഞങ്ങൾ എന്താ പറയണ്ടേ? എല്ലാം ഞങ്ങളുടെ വിധിയാ. നിന്ന നെൽപ്പിൽ പിടിച്ചോണ്ട് വന്നതാ. എന്താ പറയണ്ടേന്ന് പോലും അറിയില്ല. കാര്യം എന്താ വിക്കി? വെയിറ്റ്. നിന്റെ വിക്കി എന്താ വീട്ടിൽ കയറി ബഹളം ഉണ്ടാക്കുന്നേ? ഇവിടെ ഒരു കല്യാണാലോചന നടക്കുന്നുണ്ടെന്ന്
അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഈ വീട്ടിൽ കല്യാണാലോചനയോ? ആരും ഇപ്പം ഞെട്ടരുത്. ആന്റി അങ്കിളും വന്ന ശേഷം എല്ലാം വിശദമായിട്ട് പറയാം. ഏട്ടാ, നമ്മൾ അയൽവീട്ടുകാരല്ലേ, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയേണ്ട കാര്യമുണ്ടോ? നമുക്കറിയാത്ത കാര്യങ്ങള് എന്താണെന്ന് പോയി നോക്കാം.